ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +2 ഇംഗ്ലീഷ് മോഡൽ എക്സാം 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കാം. On the next day of his visit, Mr. Marshall sends an email to Robert Baldwin, confirming his appointment at the Third International. He also appreciates Baldwin for his honesty. Draft the likely email. അപ്പോൾ മിസ്റ്റർ മാർഷൽ റോബർട്ട് ബാൽവിന് ഇമെയിൽ അയക്കുകയാണ്. അതായത് തേർഡ് ഇൻ്റർനാഷണലിൽ നിങ്ങൾക്ക് ജോലി, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കൺഫേം ആണ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ബാൽവിൻ്റെ സത്യസന്ധത, ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, സത്യസന്ധത, അത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും കൂടെ ആണ് ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇമെയിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് അയക്കാൻ പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്താണ്? ടു അഡ്രസ് എഴുതണം, അതിൻ്റെ താഴെ CC, അതിൻ്റെ താഴെ BCC. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. വെറുതെ CC എന്നും BCC എന്നും എഴുതിയാൽ മതി, അത് എഴുതണ്ട, ഇമെയിൽ അവിടെ എഴുതണ്ട. അതിൻ്റെ താഴെ സബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആർക്കാണ്? റോബർട്ട് ബാൽവിൻ അയക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ robert.balvin@email.com. ചുമ്മാ ഞാൻ ആയതുകൊണ്ട് കേട്ടോ @email എന്നൊക്കെ എഴുതിക്കുന്നത്. ദെൻ CC BCC. നെക്സ്റ്റ് നോക്കാം സബ്ജക്റ്റ്. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നോക്കിക്കേ, കൺഫർമേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഇതിപ്പോൾ ഫോർമലായില്ലേ? അപ്രീഷിയേറ്റും ചെയ്യണം ആൻഡ് അപ്പോയിൻമെൻറ്റും കൺഫർമേഷൻ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫോർമലാണ്, അതായത് ഓഫീസ് ലെവലിലൊക്കെ അയക്കുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കി, സബ്ജക്റ്റ് കൊടുത്തു കൺഫർമേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഫോർ യുവർ ഓണസ്റ്റി. രണ്ട് മെയിൻ കാര്യങ്ങളും സബ്ജക്റ്റിൽ വന്നു. ഇനി നോക്കാം. ഡിയർ റോബർട്ട് ബാൽവിൻ, അത് എഴുതാൻ മറന്നു കേട്ടോ, അതങ്ങനെ ഓർക്കണേ. ഡിയർ റോബർട്ട് ബാൽവിൻ. എൻ്റെ താഴെ ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. അതായത് ഈ ഇമെയിൽ വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഐ വോണ്ടഡ് ടു ഫോളോ അപ്പ് ഓൺ അവർ മീറ്റിംഗ് യെസ്റ്റർഡേ. അതായത് നമ്മുടെ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് കൺഫേം യുവർ അപ്പോയിൻമെൻറ്റ് അറ്റ് തേർഡ് നാഷണൽ ബാങ്ക്. അതുകൂടാതെ എനിക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കൺഫേമും ചെയ്യണമായിരുന്നു. എവിടെ? തേർഡ് നാഷണൽ ബാങ്കിൽ. വി ആർ ത്രിൽഡ് ടു ഹാവ് യു ഓൺ ബോർഡ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഞങ്ങൾ നല്ല ത്രിൽഡാണ്. ആൻഡ് ബിലീവ് യുവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് വിൽ ബി എ വാല്യുബിൾ അസറ്റ് ഫോർ അവർ ടീം. ഞങ്ങളുടെ ടീമിലേക്ക് നിങ്ങളുടെ കഴിവുകൾ ശരിക്കും ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു അസറ്റ് തന്നെയാണ്. ഐ ഓൾസോ വോണ്ടഡ്. അപ്പോൾ കണ്ടോ, അവിടെ ആദ്യം നമ്മൾ കൺഫർമേഷൻ, അപ്പോയിൻമെൻറ്റിൻ്റെ കൺഫർമേഷനാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. I also wanted to take a moment to express my sincere appreciation for your honesty and integrity. പിന്നെ നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊമെൻറ്റ് എടുക്കുകയാണ്. Your decision to testify against John Grisham, despite the potential consequences, is a testament to your strong moral character. അതായത് നിങ്ങളുടെ ആ ഒരു തീരുമാനം ടു ടെസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറയാനായിട്ട്, സാക്ഷി പറയാനായിട്ട് അഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷം, ഡെസ്പൈറ്റ് ദ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ്. അപ്പോൾ അങ്ങനെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോലും നിങ്ങൾ അങ്ങനെ ആ ഒരു സത്യസന്ധത മുറുകെ പിടിച്ച് നിന്നില്ലേ, ആ ഒരു തീരുമാനം, അത് നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് മോറൽ ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു ടെസ്റ്റമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെളിവാണ്. യുവർ ആക്ഷൻസ് ഹവ് ഏൺഡ് യു ദ റെസ്പെക്റ്റ്. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഒരുപാട് ബഹുമാനം നേടിത്തന്നു. ആൻഡ് അഡ്മിറേഷൻ ഓഫ് അവർ ഓർഗനൈസേഷൻ. ആൻഡ് വി ആർ ഓണേർഡ് ടു ഹാവ് യു ജോയിൻ അവർ ടീം. ഞങ്ങൾക്ക് നല്ല ഓണേർഡാണ് നിങ്ങളിവിടെ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നതിൽ. ഞങ്ങൾക്ക് നല്ല ഓണേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അഭിമാനം ആണ് എന്ന് പറയില്ലേ, അതാണ്. സോ ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ഇനിയും ലാസ്റ്റ് നോക്കിക്കേ, കൺക്ലൂഡ് ചെയ്തേക്കുന്നത് പ്ലീസ് ലെറ്റ് us know if you have any questions or concerns. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കൺസേൺസ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. വി ലുക്ക് ഫോർവേഡ് ടു വെൽക്കമിങ് യു ടു തേർഡ് നാഷണൽ ബാങ്ക് സൂൺ. ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ് നിങ്ങളെ നമ്മുടെ ബാങ്കിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട്. ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് ഫ്രം അഡ്രസ് മിസ്റ്റർ മാർഷൽ, പ്രസിഡൻറ്റ് തേർഡ് നാഷണൽ ബാങ്ക്, മാർഷൽ 123@gmail.com. അതാണ് ഫ്രം അഡ്രസ്സ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.